വിഷു ആശംസകളുടെ ഭാഗമായി ഇറക്കിയ ഹോട്ടലിന്റെ പോസ്റ്ററിൽ ശ്രീകൃഷ്ണനെ മോശമായി ചിത്രീകരിച്ച സംഭവം ഏറെ വിവാദമായി മാറിയിരുന്നു. കുഴിമന്തി തിന്നാൻ കൊതിയോടെ നോക്കിയിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം പ്രചരിപ്പിച്ച ചേർത്തലയിലെ ഹോട്ടലിനെതിരെയാണ് സമൂഹമാധ്യമത്തിലടക്കം വ്യാപക പ്രതിഷേധമുയർന്നത്. സംഭവത്തിൽ ഹോട്ടൽ ഉടമയായ ഷംനാസിനെ ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തു. ഹൈന്ദവ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും അപമാനിക്കുന്നതാണ് റെസ്റ്റോറന്റിന്റെ നടപടിയെന്നാരോപിച്ചാണ് ഹിന്ദുത്വ ഗ്രൂപ്പുകൾക്കിടയിൽ പ്രതിഷേധം ശക്തമായത്. സംഭവത്തിലെ മാപ്പു പറഞ്ഞുകൊണ്ട് കടയുടമയും രംഗത്ത് വന്നിരുന്നു. പോസ്റ്റർ ചെയ്യാൻ ഏൽപ്പിച്ചയാളിന്റെ അറിവില്ലായ്മയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കടയുടമയുടെ പ്രതികരണം. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലെ പ്രമുഖ നടനായ പൃഥ്വിരാജ് തന്റെ ഒരു അഭിപ്രായം മുന്നോട്ട് പറഞ്ഞപ്പോൾ എത്തിയിരിക്കുകയാണ്. വിഷു എന്നത് മലയാളികൾക്ക് സന്തോഷത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ഇത്തവണത്തെ വിഷു വിവാദത്തിൽ മുങ്ങിപ്പോയതിൽ എല്ലാവർക്കും വിഷമമുണ്ട്. ആ ഹോട്ടൽ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം 100 കോടി ഹിന്ദുക്കൾ ദൈവമായി ആരാധിക്കുന്ന ദേവനാണ് ശ്രീകൃഷ്ണൻ. അതുപോലെയൊരു ദേവൻ ചിക്കൻ നോക്കി വെള്ളമിറക്കുന്ന ദൃശ്യം വരച്ചുവെച്ചത് ഒരുപാട് ഹൈന്ദവ വിശ്വാസികളെ വേദനിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുവെ ഭക്ഷണപ്രിയനായ കൃഷ്ണനുക്ഷി ഏറ്റവും ഇഷ്ടമുള്ളത് വെണ്ണയോടും തൈരിനോടുമാണ്. ഒരുപക്ഷെ ഭക്ഷണപ്രിയൻ എന്ന ചിന്തയിൽ നിന്നായിരിക്കും കുഴിമന്തി പോലൊരു ഭക്ഷണത്തെ നോക്കി വെള്ളമിറക്കുന്ന കൃഷ്ണനെ വരക്കാൻ ഇവർക്ക് തോന്നിയത്. ഏതായാലും ഇത് കരുതിക്കൂട്ടി ഒരു മതത്തെ നിന്ദിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും നല്ല ഒരു പ്രതികരണമാണ് കടയുടമയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കുറച്ചു പേരുടെയെങ്കിലും മനസ്സിനെ വിഷമിപ്പിച്ചുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ കടയുടമ ആ പോസ്റ്റർ പിൻവലിച്ചിരുന്നു. മാപ്പും പറഞ്ഞിരുന്നു. അയാൾക്ക് വേണമെങ്കിൽ ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോയി കേസ് കൊടുത്തോ എന്നൊക്കെ പറയാമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ആർക്കും ദോഷമല്ലാത്ത രീതിയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അയാൾ സ്വമേധയാണ് മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വലിച്ചത്. പക്ഷേ അയാൾ മാപ്പ് പറഞ്ഞതിനു ശേഷവും കുറച്ചാളുകൾ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിട്ടുണ്ട്. ആ കട പൂട്ടിക്കണമെന്നും തല്ലിപ്പൊളിക്കണമെന്നും ഒക്കെയാണ് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത്. ഒരിക്കൽ കടുവ എന്ന് എന്റെ സിനിമയിൽ ഭിന്നശേഷിക്കാരെ കളിയാക്കിക്കൊണ്ട് ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞിരുന്നു. അതിനെതിരെ വളരെയധികം ഹേറ്റ് ക്യാമ്പയിനും എനിക്കെതിരെയുണ്ടായി. അന്ന് ഒരു പ്രസ് മീറ്റിൽ മാപ്പ് പറഞ്ഞെത്തിയ എന്നോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചു, ഇനി താങ്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള തെറ്റ് സംഭവിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണ്: സംഭവിക്കാം. കാരണം ഞാനൊരു മനുഷ്യനാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആരെങ്കിലും ഉള്ളതായി എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഹോട്ടലുടമ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത രാജ്യദ്രോഹമാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാൾ ചെയ്തത് തെറ്റാണെന്ന് അയാൾക്ക് തോന്നിയതുകൊണ്ടാണ് അയാൾ ഏറ്റവും ഉചിതമായ തീരുമാനമെടുത്തത്. അപ്പോൾ അയാളെ ആശംസിക്കുകയാണ് വേണ്ടത്, അല്ലാതെ വീണ്ടും വീണ്ടും അയാളെ ക്രൂശിക്കുകയല്ല ചെയ്യേണ്ടത്. എത്രയോ പേരാണ് കൃഷ്ണനെ ഉപയോഗിച്ചുകൊണ്ട് വിഷു സമയത്ത് പരസ്യം ചെയ്യുന്നത്. ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കുന്ന കൃഷ്ണനായിരിക്കും, മറ്റു ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന കൃഷ്ണൻ, TV കാണുന്ന കൃഷ്ണനായിരിക്കും വേറെ ചിലയിടത്ത്. ഇതൊക്കെ കച്ചവടക്കാരുടെ തന്ത്രമാണ്, അല്ലാതെ കൃഷ്ണനോടുള്ള സ്നേഹമോ കൃഷ്ണനോടുള്ള ദേഷ്യമോ കൊണ്ടല്ല. പക്ഷേ ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമാണ് കാര്യം. നോൺ വെജ് ഭക്ഷണം കൊതിയോടുകൂടി നോക്കുന്ന കൃഷ്ണനെ വരച്ചത് അല്പം ലോജിക്കില്ലാത്ത ഒരു പരിപാടിയായിപ്പോയി. കാരണം ഒരുപാട് ഹൈന്ദവർ നോൺ വെജ് ഭക്ഷണം കഴിക്കാത്തവരാണ്. ഏതായാലും ഈ പ്രശ്നം ഇതോടുകൂടി തീരട്ടെ. പരമാവധി ഭിന്നതകളില്ലാതെ പരസ്പരം സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു.